വെൽക്കം ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മാർച്ച് 12 തീയതിയാണ്, തേഴ്സ്ഡേ ആണ്. ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ XYUSDയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പണിംഗ്, അതായത് 3:30 മോർണിംഗ് ഓപ്പണിംഗ് തൊട്ട് ഏകദേശം ഒരു 8:30 വരെയുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിൻലി ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇന്നത്തെ ഒരു ഗോൾഡിൻ്റെ മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ്. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ വന്നിരിക്കുന്നത് 5183 വരെയാണ് ഒരു പ്രൈസ് ഹൈ ലെവലിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ വന്നിട്ട് ഏറ്റവും ഒരു ലോ പ്രൈസ് എന്ന് പറയുന്നത് 5125 ആണ്. അവിടെ നിന്ന് വീണ്ടും 5125, 28 എന്ന് പറയുന്ന പോയിന്റൊക്കെ ഒരു നല്ല സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് 5175 വരെ മാർക്കറ്റ് വീണ്ടും പോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അത്യാവശ്യം ഒരു ഫോൾ വന്നിട്ടുണ്ട്. 5145 വരെ ഒരു ഫോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൈയിലേക്കുള്ള ഒരു ഡയറക്ഷൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലായതുകൊണ്ട് തന്നെ കൂടുതലും നമ്മളൊരു സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് കൂടുതലും നമുക്കൊരു സേഫ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് സെല്ല് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 5168, 75-നുള്ളിലൊക്കെയുള്ള റേഞ്ച് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ സെല്ല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 5162, 68 റേഞ്ചുകൾ, അതുപോലെ തന്നെ 5158 റേഞ്ചും ഒക്കെ ഒരു സെല്ലിന് സാധ്യതയുള്ള ഏരിയകളാണ്. അതായത് രണ്ട് സൈഡിലേക്കും മാർക്കറ്റിന് മൂവ്മെന്റ് ഉണ്ട്. അതായത് മാർക്കറ്റ് വളരെയധികം നോർമലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റെസിസ്റ്റൻസിനെയും എല്ലാ സപ്പോർട്ടിനെയും അത് നല്ല രീതിയിൽ അവിടെ ഒരു പ്രൈസിന് ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കും രണ്ട് സൈഡിലേക്കും ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലായതുകൊണ്ട് തന്നെ എത്ര ബൈയിലേക്ക് പോയാലും എപ്പോഴും ഒരു വലിയ റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇപ്പം നിലവിലത്തെ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ 5175 ഇപ്പോഴത്തെ ഒരു ഹൈ പ്രൈസായി വന്നിരിക്കുന്നത്. 5175 ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാലാണ് വീണ്ടും 5183, 5196 ലെവലിലേക്കൊക്കെ പോകുക. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 5196, 5200, 202 എന്ന് പറയുന്ന ഏരിയ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ 5175 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5183, 89, 90 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ നിലവിൽ 5145 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോകും. വലിയൊരു ഹ്യൂജ് സെല്ലിലേക്ക് പോകണമെങ്കിൽ 5125 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 5108, അതുപോലെ തന്നെ 5108 ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 5125, 28, അതുപോലെ തന്നെ 5132 ഒക്കെ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ 5145, 48, 52 റേഞ്ചൊക്കെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷേ അത് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. 5175 ബ്രേക്ക് ചെയ്താൽ 5183, 90 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5145 ബ്രേക്ക് ചെയ്ത് 5125 വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. 5125 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് വലിയൊരു സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും സേഫായിട്ട് കുറച്ച് ലോങ് റൺ ചെയ്തൊക്കെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സെല്ല് തന്നെയാണ് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക്. അതായത് ഡേ ടൈമിലുള്ള മാർക്കറ്റാണ്. ഈവനിങ് ടൈം മാർക്കറ്റിന് ന്യൂ സെഷനാണ്. വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ടൈം ഫ്രെയിമുകളും, അതായത് ഓരോ ടൈം സോണുകളും ഓരോ സെഷൻസും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് കറക്റ്റ് ക്യാൻഡിലും ചാർട്ടും ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചാർട്ട് അനാലിസിസ് നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സെല്ലാണ് ബൈ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഓരോ ടൈം ഫ്രെയിമുകൾ അല്ലെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച് സെല്ലും ബൈയും ഒക്കെ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാകുക.
ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയത്ത്, അതായത് സെൽ ഏത് സമയത്താണോ ഉള്ളത് ആ സമയത്ത് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ബൈ ഏത് സമയത്താണോ ഉള്ളത് അത് നോക്കി ട്രേഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ SL ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓരോ സെക്കൻഡും മാർക്കറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കറക്റ്റ് SL വെച്ചിട്ട് മാത്രം, SL ആയാലും ബൈ ആയാലും എല്ലാം SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു XIUSD അനാലിസിസ് ചാനലിൽ നമ്മൾ ഇന്നൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 260 വിപ്സ് പ്രോഫിറ്റിലേക്ക് പോവുകയാണ്. കറൻ്റ് പ്രോഫിറ്റിൽ തന്നെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനാലിസിസ് ചാനലിലാണ് നമ്മൾ XIUSDയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുക. ചില സമയങ്ങളിൽ നമ്മൾ BTCയും കൊടുക്കാറുണ്ട്, ഡെയിലി കൊടുക്കാറില്ല. താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ XIUSDയുടെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്